എല്ലാവർക്കും നമസ്കാരം. ടീച്ച് ഫ്രം ഹാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ അസൈൻമെൻറ്റ് ആൻഡ് പ്രൊജക്റ്റാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ്. സ്റ്റേറ്റ് എനി ടു ഡിസ്റ്റിങ്ഷൻസ് ബിറ്റ്വീൻ നാഷൻ ആൻഡ് നാഷണാലിറ്റി. നാഷൻ, ദേശം എന്നത് ഒരു രാഷ്ട്രീയ പദമാണ്. സ്ഥിരമായി ഒരു പ്രദേശത്ത് താമസിക്കുന്നവരും ഒരേ രാജ്യത്തുള്ളവരെന്ന നിലയിൽ ഐക്യത്തിൽ വർത്തിക്കുന്നവരുമായ ജനങ്ങളുടെ സംഘടനയാണ് ദേശം. ജനങ്ങൾക്കിടയിൽ ഒന്നാണ് എന്ന തോന്നലാണ് അതിൻ്റെ സത്ത. അംഗങ്ങളുടെ വികാരങ്ങൾക്ക് ഐക്യരൂപമുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോഴേ ഒരു വ്യക്തിയുടെ വ്യക്തിത്വം വികസിക്കുകയുള്ളൂ. ദേശത്തെ വിശദീകരിക്കാൻ ദേശീയതയുടെ ഘടകങ്ങളെ ആശ്രയിക്കുന്നു. ദേശത്തിൻ്റെ മുന്നോടിയാണ് ദേശീയത. ദേശീയതയുടെ സവിശേഷതകളാണ് ദേശത്തെ രൂപീകരിക്കുന്നത്. നാഷണാലിറ്റി, സ്വതന്ത്രമായ രാഷ്ട്രീയ നിലനിൽപ്പിനുള്ള ഒരു ജനതയുടെ അവകാശമാണ് ദേശീയ ബോധം. അതൊരു മാനസിക വികാരമാണ്. ഒരേ സാമൂഹ്യ പാരമ്പര്യവും സംസ്കാരവുമുള്ള ജനതയ്ക്ക് ദേശീയ ബോധമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. പൂർവ്വകാല പ്രതാപത്തോടുള്ള ബഹുമാനം പങ്കിടുകയും കാര്യങ്ങൾ ഒരുമിച്ച് നിർവഹിക്കുകയും ഒരേ വികാരത്തോടുകൂടി ഭാവിയിൽ കൂടുതൽ ചെയ്തു തീർക്കുവാനുമുള്ള മനോവികാരമാണ് ദേശീയത. ഒരു രാജ്യക്കാരനാണെന്ന ബോധവും രാഷ്ട്രീയ വിധേയത്വത്താലും സാമ്പത്തിക സാമൂഹ്യ ബന്ധങ്ങളിലൂടെയും ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിലുള്ള മനോവികാരമാണ് ദേശീയത. ഒരു രാജ്യക്കാരനാണെന്ന ബോധമല്ല, ഒരേ രാജ്യക്കാരനാണെന്ന ബോധവും രാഷ്ട്രീയ വിധേയത്വത്താലും സാമ്പത്തിക സാമൂഹ്യ ബന്ധങ്ങളിലൂടെയും ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിനുള്ള മനോവികാരമാണ് ദേശീയത എന്നാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ്. മെൻഷൻ എനി ടു ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ പ്രയാമ്പിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയുടെ ആമുഖത്തെയാണ് പ്രയാമ്പിൾ എന്ന് പറയുന്നത്. ഇതിൽ ഭരണഘടനയുടെ ആവശ്യകതയെയും ലക്ഷ്യപ്രാപ്തിയെയും കുറിച്ച് പരാമർശിക്കുന്നു. ഭരണഘടനയ്ക്കുള്ള മുഖവുരയോ അവതാരികയോ ആണ് ആമുഖം. ഭരണഘടനയുടെ ഉറവിടം, ലക്ഷ്യങ്ങൾ, അംഗീകരിച്ച തീയതി എന്നിവയെല്ലാം ആമുഖത്തിലുണ്ടാവും. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഇപ്രകാരം പറയുന്നു: ഞങ്ങൾ, ഇന്ത്യയിലെ ജനങ്ങൾ, ഇന്ത്യയെ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി രൂപീകരിക്കുവാൻ തീരുമാനിക്കുകയും അതിലെ പൗരന്മാർക്ക് സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയിലും ആവിഷ്കാരത്തിലും വിശ്വാസത്തിലും ധാരണയിലും ആരാധനയിലും സ്വതന്ത്രവും എല്ലാവർക്കും അവസര സമത്വവും സ്ഥിതി സമത്വവും അവരുടെ ആത്മാഭിമാനവും അഖണ്ഡതയ്ക്കും വേണ്ടി സാഹോദര്യം വളർത്തിയെടുക്കാനും നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ 1949 നവംബർ 26 ഇന്ന് നമ്മുടേതായ ഈ ഭരണഘടന എഴുതിയുണ്ടാക്കി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ്. മെൻഷൻ എനി ടു ഫങ്ഷൻസ് ഓഫ് ദി വേൾഡ് ബാങ്ക്. ലോകത്തിലെ പല വികസ്വര രാജ്യങ്ങൾക്കും സാങ്കേതികവും സാമ്പത്തികവുമായ സഹായം നൽകുന്ന ലോക ബാങ്ക് അന്തർദേശീയമായി അംഗീകരിക്കപ്പെട്ട ഒന്നാണ്. ദാരിദ്ര്യം കുറയ്ക്കുക എന്ന പ്രാഥമിക ലക്ഷ്യമുള്ള ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഇത് അവരുടെ പുരോഗതിയെ സഹായിക്കുന്നു. വികസ്വര രാജ്യങ്ങളെക്കുറിച്ച് വളരെ വലിയ അറിവാണ് ലോക ബാങ്കിനുള്ളത്. കൂടാതെ ഫണ്ടിങ്ങിൻ്റെ കാര്യത്തിൽ ഏറ്റവും വലിയ ഉറവിടം അവരാണ്. ഇനി അവയുടെ ഫങ്ഷൻസ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിൽ വരുന്നതാണ്: യുദ്ധത്തിൽ തകർന്ന രാജ്യങ്ങൾക്ക് പുനർനിർമ്മാണത്തിനായി വായ്പ അനുവദിച്ചുകൊണ്ട് ലോകബാങ്ക് പ്രവർത്തിക്കുന്നു. രണ്ടാമത്തേത് എന്താണ്? വികസന വായ്പകൾ അനുവദിച്ചുകൊണ്ട് അവികസിത രാജ്യങ്ങളെ സഹായിക്കുന്നു. നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യൻ, എക്സാമിൻ ദ റോൾ പ്ലേഡ് ബൈ ദ കാസ്റ്റ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്. ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിൻ്റെ ആവിർഭാവം വളരെ ഫലഭൂയിഷ്ഠമായ ഒരു മണ്ണ് സൃഷ്ടിച്ചു. ജാതി വ്യവസ്ഥ ഒരു അടഞ്ഞ വ്യവസ്ഥയാണ്, പക്ഷേ അതിപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ സാമൂഹിക യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിനുള്ള ഒരു പ്രിസമായാണ് ബ്രിട്ടീഷുകാർ ജാതിയെ കണ്ടത്. ഇന്ത്യയിൽ അവരുടെ ഭരണത്തെ ന്യായീകരിക്കാനുള്ള ഒരു ഉപകരണമായി ജാതി മാറി. അത് ജനങ്ങൾക്കിടയിൽ ജാതി കലഹങ്ങൾക്ക് കാരണമായി. സാമൂഹ്യബോധത്തിലും ജാതി കലങ്ങി തുടങ്ങി. അങ്ങനെ ഇന്ത്യൻ സമൂഹത്തിൽ ജാതി പരിണമിച്ചു തുടങ്ങി. ആധുനിക ഭരണഘടന തൊട്ടുകൂടായ്മ ഇല്ലാതാക്കി. പിന്നീട് വന്ന സീറ്റ് സംവരണം ആത്യന്തികമായി ജാതിയുടെ കൂടുതൽ ദൃഢീകരണത്തിന് കാരണമായി.
ഇന്ത്യയിൽ ജാതിയും ജാതീയതയും ഒരിക്കലും അപ്രത്യക്ഷമായിട്ടില്ല. കോൺഗ്രസും മറ്റു പാർട്ടികളും പിന്തുടർന്ന രാഷ്ട്രീയ സമാഹരണ നയം പല താഴ്ന്ന ജാതിക്കാരെയും പാർട്ടിയിലേക്ക് സഹകരിപ്പിക്കുന്നതിൽ കലാശിച്ചു. ജാതിയുടെ ധാർമ്മിക അടിത്തറ തകർന്നതോടെ താഴ്ന്ന ജാതിക്കാരുടെ പ്രതിഷേധത്തിന് സ്വയം ഏർപ്പെടുത്തിയ തടസ്സവും ഇല്ലാതായി. അങ്ങനെ രജനി കോത്താരിയുടെ അഭിപ്രായത്തിൽ ഇന്ത്യയിലെ രാഷ്ട്രീയവൽക്കരണം കക്ഷി രാഷ്ട്രീയം വളർത്തിയെടുക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചു. മതം, വംശം, ജാതി, ലിംഗം അല്ലെങ്കിൽ ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യക്കാരെ വിവേചനം ചെയ്യുന്നത് വിലക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15 പ്രകാരമാണ് ജാതി അടിസ്ഥാനമാക്കിയുള്ള സംവരണം വന്നത്. ലിബറൽ വിദ്യാഭ്യാസത്തിലെ യുക്തിസഹവും രാഷ്ട്രീയ അധികാരവും ജാതിയെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴച്ചു. നെക്സ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ്. എക്സാമിൻ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ദ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ്. പ്രധാനമന്ത്രിക്ക് സെക്രട്ടേറിയൽ സഹായവും നിർണായക ഉപദേശവും നൽകുന്നതിനുള്ള സ്റ്റാഫ് ഏജൻസിയാണ് PMO അഥവാ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ താഴെ പറയുന്നവയാണ്. വേഗത്തിലുള്ള തീരുമാനമെടുക്കലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അനുഭവ പരിചയമുള്ളവരും ശക്തവുമായ തീരുമാനമെടുക്കുന്നവരെ ഉൾക്കൊള്ളുന്നതിനാൽ വേഗത്തിൽ തീരുമാനമെടുക്കാൻ ഇത് സഹായിക്കുന്നു. കേന്ദ്ര മന്ത്രാലയങ്ങൾ, വകുപ്പുകൾ, സംസ്ഥാന സർക്കാരുകൾ എന്നിവയുമായി ബന്ധം നിലനിർത്തുന്നത് പോലെ ഗവൺമെൻറ്റിൻ്റെ തലവൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ മൊത്തത്തിലുള്ള ഉത്തരവാദിത്തങ്ങളിൽ പ്രധാനമന്ത്രിയെ സഹായിക്കുന്നു. ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശേഷിക്കുന്ന ലെഗേറ്റായി പ്രവർത്തിക്കുന്നു. അതായത് ഒരു മന്ത്രാലയത്തിനും വകുപ്പിനും അനുവദിക്കാത്ത അത്തരം എല്ലാ വിഷയങ്ങളും ഇത് കൈകാര്യം ചെയ്യുന്നു. CBI, ISRO മുതലായ ചില പ്രവർത്തനങ്ങൾ അവർ നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. അധികാരത്തിൻ്റെ നാഡീ കേന്ദ്രമാണ് PMO. പാർലമെൻ്ററി ധാർമ്മികതയ്ക്കും ജനാധിപത്യപരമായ എക്സിക്യൂട്ടീവിനുമെതിരായ കൂട്ടുത്തരവാദിത്തത്തിന് ഒരു കേന്ദ്രീകൃതവും ശക്തവുമായ PMO തടസ്സമാണ്. എന്നാൽ ദുർബലമായ PMO അരാജകത്വത്തിനും നയപക്ഷാഘാതത്തിനും കാര്യക്ഷമത ഇല്ലായ്മയ്ക്കും കാരണമായേക്കാം. നെക്സ്റ്റ് 6ാമത്തേത് ഒരു പ്രൊജക്റ്റ് വർക്കാണ്. അതിൽ ഓപ്ഷൻ എ ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഐഡൻറ്റിഫൈ ആൻഡ് അക്കൗണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ അവയർനെസ് ഓഫ് ദ പീപ്പിൾ ഓഫ് യുവർ ലൊക്കാലിറ്റി. ഡിസ്കസ് വിത്ത് അറ്റ്ലീസ്റ്റ് 20 persons ഇൻ യുവർ ലൊക്കാലിറ്റി ടു നോ ദെയർ ഒപ്പീനിയൻസ് ഓൺ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. യൂസ് ദ ടേബിൾ ഗിവൺ ബിലോ. അതിൽ നമ്മൾ ആ സർവേയുടെ ലക്ഷ്യം എന്താണെന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതായത് ജനാധിപത്യം, നമ്മുടെ ഭരണഘടനയെക്കുറിച്ചുള്ള അവയർനെസ്, ജനങ്ങളിൽ അവരുടെ അവബോധത്തെക്കുറിച്ച് അതിൻ്റെ അഭിപ്രായം അറിയുന്നതിന് 20 വീടുകളിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള 20 വീടുകളിൽ അല്ലെങ്കിൽ 20 വ്യക്തികളിൽ നിന്ന് അവരുടെ അഭിപ്രായം ശേഖരിക്കാനുള്ളതാണ്. അപ്പോൾ അതിൽ സർവേയുടെ ലക്ഷ്യം തന്നിട്ടുണ്ട്, നമ്മൾ എഴുതിയിട്ടുണ്ട്. പിന്നെ ആമുഖം എന്താണെന്ന് പറയുന്നുണ്ട്. സർവേയുടെ ലക്ഷ്യത്തിൽ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് പൊതുജനങ്ങളിലെ അവബോധത്തെ തിരിച്ചറിയുന്നതിനും അതുപോലെ ഭരണഘടനാപരമായ കാര്യങ്ങളിൽ അവരുടെ അഭിപ്രായം അറിയുന്നതിനുമുള്ള ശ്രമമാണ് ഈ സർവേ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആമുഖത്തിൽ എന്താണ്, ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും തുല്യത ഉറപ്പുവരുത്തുന്നതിനും പരമാധികാരം, സമത്വം, സാഹോദര്യം, മതേതരത്വം, ജനാധിപത്യം എന്നിവയെല്ലാം ഒരേ നിയമത്തിന് കീഴിൽ എല്ലാ ഇന്ത്യക്കാർക്കും അനുഭവിക്കാൻ കൂടി വേണ്ടിയാണ് ഭരണഘടന. പൊതുജനങ്ങൾക്കിടയിലെ അഭിപ്രായത്തിൽ നിന്ന് 20 പേരുടെ വിലയേറിയ അഭിപ്രായങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. അതിൽ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. പട്ടികയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതുപോലെ തന്നെ സീരിയൽ നമ്പർ, പിന്നെ 2ാമത്തെ കോളത്തിൽ എന്താണ്, നെയിം ഓഫ് പേഴ്സൺ, 3ാമത്തേൽ ഒബ്ജക്റ്റീവ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, 4ാമത്തേൽ പീപ്പിൾ റെസ്പോൺസ് ഓൺ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്നിട്ട് ഓരോ വ്യക്തികളുടെയും പേരും തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരെഴുതാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഭിപ്രായം എഴുതാം. ഇതൊരു മോഡൽ മാത്രമാണ്. അപ്പോൾ 20 വ്യക്തികളുടെ പേരുകളും അവരുടെ അഭിപ്രായങ്ങളും വരച്ച് ചേർത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഭിപ്രായവും അവിടെ എഴുതി ചേർക്കാം. ഇത് ഒരു മോഡൽ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എഴുതിയതാണ്. ഇനി അതിൻ്റെ
ഉപസംഹാരം കൺക്ലൂഷൻ ഒന്ന് ഞാൻ പറഞ്ഞുതരാം. മുകളിൽ നമ്മൾ കണ്ടത് എന്താണ്? അതായത് നമ്മുടെ ഭരണഘടനയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ജനങ്ങൾക്കിടയിലുള്ള അവബോധം എത്രത്തോളമാണെന്നും അതിൽ അവരുടെ തുറന്ന അഭിപ്രായ പ്രകടനങ്ങളുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഓരോ വ്യക്തിക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് രേഖപ്പെടുത്തുവാനുണ്ടായിരുന്നത്. മിക്കവരുടെയും അഭിപ്രായത്തിൽ നമ്മുടെ ഭരണഘടന തിരുത്തി എഴുതേണ്ടുന്ന സമയം അതിക്രമിച്ചു എന്നും നിയമവ്യവസ്ഥ കുറച്ചുകൂടി കർശനമാക്കണമെന്നുമാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഇത്രയുമാണ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ അസൈൻമെൻറ്റ് ആൻഡ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ അസൈൻമെൻറ്റൊക്കെ എഴുതി തയ്യാറാക്കി വയ്ക്കുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്